ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയ വേഷത്തിൽ തന്നെയാണ്, സോറി ഫോർ ദാറ്റ്. എനിക്ക് തിരിച്ചു പോയി ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങിയാൽ ഇനിയും സമയമെടുക്കും, പിന്നെ കുറേ ഡിലേ വരും. അത് കാരണം ഞാൻ വിചാരിച്ചു സെയിം ഡ്രസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഒരു ജെയിൻ ബസുദ്ധിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ലേക്കിൻ്റെ നടുക്ക് ആനേക്കറി ജെയിൻ ഒരു ടെമ്പിളാണ്, ബസുദ്ധി എന്നാണ് പറയുന്നത്, ചതുർമുഖ ബസ്തി. അവിടേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു നടപ്പാതയുണ്ട്, വേണമെങ്കിൽ കാറും പോകും, പക്ഷേ കാറൊന്നും അലൗഡ് അല്ലേ, ഇപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അനേക്കരെ ബസുതി കർക്കാല എന്നാണ് പറയുന്നത്. ഇത് 1262 1262 രാജ പാണ്ഡ്യദേവ അദ്ദേഹമാണ് ഇത് പണിതത്. ഓക്കെ, ഇനിഷ്യലി ഇതൊരു റോയൽ എലിഫൻസിന് കുളിക്കാനുള്ള ഒരു കുളമായിരുന്നു. ഇത് ഏകദേശം ഒരു 26 ഏക്കറാണ് ഈ ഒരു പ്രദേശം, ഈ കുളം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സപ്ലൈയിങ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ ദ റീജിയൻ 1545 AD സമയത്തൊക്കെ നല്ല കുടിവെള്ളത്തിനായിട്ട് ഈ കുളത്തിൽ നിന്നാണ് ജലം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് ആനയുടെ കുളമായിരുന്നു, പിന്നെ അത് കുടിവെള്ളത്തിൻ്റെ കുളമായി മാറി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ജെയിൻ ടെമ്പിൾ അഥവാ ജെയിൻ ബസുതി വന്നിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജെയിനിസത്തിനൊക്കെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ബസുതി അഥവാ ജെയിൻ ടെമ്പിൾ. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർക്ക് എത്താനായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഒരു പാലം പോലൊരു വഴിയുണ്ട്, നടന്നു പോകും. അപ്പോൾ ഒരു ടൂറിസം, കൾച്ചറൽ പ്രിസർവേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ ജനറേഷൻസിന് ഇത് പ്രിസർവ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുക, ഇതൊക്കെയാണല്ലോ ഉദ്ദേശം. അപ്പോൾ ആൾക്കാർ വരുന്നവർക്കൊക്കെ കാണാനുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. 26 ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ് ഈ അനേക്കരെ ലേക്ക് എന്ന് പറഞ്ഞത്. ആനയെ എന്ന് പറഞ്ഞാൽ എലിഫൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആനയെ. അപ്പോൾ അനേക്കരെ എന്ന് പറയുമ്പോൾ എലിഫൻറ്റിൻ്റെ ഒരു ബേറ്റിംഗ് സ്പോട്ടായിരുന്നു, അതായത് അവർക്ക് കുളിക്കാനുള്ളൊരു കുളിക്കടവ് പോലെ. പിൽക്കാലത്ത് അത് മാറി കേട്ടോ, ഡ്രിങ്കിങ് വാട്ടറായി. ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ബസതി ഒരു ചതുർമുഖ ബസതിയാണ്. ആ ഒരു ഡിസൈനാണ്. 4 ഫേസ് ഉണ്ട്, ദാറ്റ് ഈസ് 4 ഫേസ്ഡ് ഡിസൈനാണ്. 4 എൻട്രൻസ് ഉണ്ടാകും, 4 ഐഡൽസ് ഫേസിങ് ഓൾ ദ 4 ഡയറക്ഷൻസ്, 4 ദിശകളിലേക്കും ഫേസ് ചെയ്യുന്ന ഐഡൽസ് ഉണ്ടാകും. അതിനാണ് ഈ ചതുർമുഖ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ഹാർമോണിയസ് ബ്ലെൻഡാണ് ഓഫ് ഹോയ്സല ആൻഡ് ഗംഗ ട്രഡീഷൻസ്. പിന്നെ കീ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ 2 നിലയാണ് കേട്ടോ. അതൊരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഇവരുടെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പും സ്പിരിച്വൽ സിഗ്നിഫിക്കൻസും എല്ലാം സൂചിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഈ ഒരു ഡുവൽ പാറ്റേണും ഒക്കെ. അപ്പർ ലെവലിൽ പാർശ്വാനന്ദ സ്വാമി, ദ 23rd തീർത്ഥങ്കര, അദ്ദേഹത്തിൻ്റെ ഐഡലാണ് ഏറ്റവും മേളത്തെ നിലയിൽ, മുകളിൽ ഫസ്റ്റ് ഫ്ലോർ. താഴെ കാണുന്നത് മറ്റ് ഡയറ്റീസ്, ആദിനാഥസ്വാമി, മഹാവീർ സ്വാമി, അതൊക്കെയാണ് ലോവർ ലെവലിലുള്ളത്. അപ്പർ ലെവലിലാണ് പാർശ്വാനന്ദ സ്വാമിയുടെ ഐഡൽ, 23rd തീർത്ഥങ്കര. ഈ ഒരു ലേക്ക് സൈഡ് സെറ്റിങ് തന്നെ ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി മാത്രമല്ല, ഒരു എസ്തറ്റിക് അപ്പീലും കൂടിയാണ് നമ്മൾക്ക് തരുന്നത്. ഭയങ്കര ആ ഒരു ഫീല് നല്ലതാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ, വെയിലൊന്നും ഇല്ലാത്ത സമയം അടിപൊളിയായിരിക്കും. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചിട്ട്, ഇതെല്ലാം കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശമെല്ലാം ഒരുപാട് കരിങ്കല്ലൊക്കെ കിട്ടുന്ന ഏരിയാസാണ്. കർക്കാല, മുടബത്രി, ഈ പ്രദേശമെല്ലാം തുടക്കത്തിൽ ചെറിയൊരു ക്ഷേത്രമായിരുന്നു, പിന്നീട് കാലാകാലങ്ങളായി വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നൊരു വലിയൊരു ബസുതിയായിട്ട് മാറിയിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ എന്തൊക്കെ 2 ആനയൊക്കെ വെച്ചിരിക്കുന്നത്. 2 നിലയാണ് മേളിൽ. ഇങ്ങനെ ചുറ്റി നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഒരു യുണീക്ക് സ്റ്റൈൽ കണ്ടില്ല. അപ്പോൾ 4 നോക്കിയേ, 4 ചതുർമുഖം, 4 എൻട്രൻസാണ്. ഇതൊരെണ്ണം, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം, അങ്ങനെ 4 ഭാഗത്തും ഐഡൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൊത്തുപണികളും പില്ലേഴ്സും ഒക്കെ വളരെ ഇൻട്രിക്കേറ്റ് കാവിങ്സ് ഒക്കെ ഇവിടെ കാണാം. 4 ഭാഗത്തേക്കും ഫേസ് ചെയ്യുന്നുണ്ട് ഐഡൽ എന്ന് നോക്കിക്കോളൂ. ഇവിടെ നിന്നും കാണാം, പക്ഷേ ഇത് തുറന്നിട്ടില്ല. മെയിൻ എൻട്രൻസ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ ലേക്കിലേക്കുള്ളൊരു ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ളൊരു അങ്ങനെയുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെയൊക്കെയാണ് ആദിനാഥ സ്വാമി ആൻഡ് മഹാവീർ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. മേളിലോട്ട് കയറി കഴിഞ്ഞാൽ പാർശ്വാനന്ദ സ്വാമി. പക്ഷെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല, പുറത്തു നിന്നൊക്കെ കാണാം. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട് കയറും.
ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ഓരോ നമ്മൾ ഫേസ് ചെയ്യുന്നതും ലേക്കിലോട്ട് തന്നെയാണ് ഓരോ വാതിലും. ഇത് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിങ്ങനെ തളിക്കാനും പറ്റും. അങ്ങനെ ആനേക്കരി ചതുർമുഖ ബസ്തിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇതേ നോക്കിയാൽ ഇങ്ങനെ ലേക്ക് കാൽ ചുറ്റപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല വെയിൽ ഇന്ന് താന്ന് നിൽക്കുകയാണ് കേട്ടോ, ഒന്ന് കൂളായി. ഈ ലേക്കിന് ചുറ്റും നടക്കാനുള്ള നടപ്പാതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ടറിൽ ഇങ്ങനെ നല്ല ഗ്രീനറി. സച്ച് എ ബ്യൂട്ടി. കുറേ ഡക്കെല്ലാം ഉണ്ടത്. ഡക്കാണോ കുളക്കോഴിയാണോ എന്നറിയില്ല. കുറച്ച് ബേർഡ്സിനെ കാണാം. ഇത് ശരിക്കും വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഫുഡ് ഹിൽസാണ് ഈ കാർക്കാലയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മലനിരകളൊക്കെ ബാക്കിലിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് പോലെയൊക്കെ കിട്ടും ചില സമയത്ത് നോക്കുമ്പോൾ. ഇനി ഇവിടുന്ന് നമ്മൾ ഇതിനടുത്ത് തന്നെ 1 കിലോമീറ്റർ അപ്പുറം മറ്റൊരു ചതുർമുഖ ബസ്തിയുണ്ട്. അത് വളരെ ഓൾഡ് ജെയിൻ ടെമ്പിളാണ്. അവിടേക്കും കൂടി പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്തൊരു ചതുർമുഖ ബസ്തിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇത് വളരെ 16th സെഞ്ച്വറിയിലുള്ളതാണ്. ഒരു വലിയൊരു റോക്കിൻ്റെ മുകളിലാണ്, ഒരു പാറയുടെ മുകളിൽ. ഇത് ഏറിയൽ വ്യൂ കണ്ട അതിമനോഹരമാണ്. ഇങ്ങനൊരു വലിയ പാറ, അതിൻ്റെ മുകളിലൊരു ചതുർമുഖ ടെമ്പിൾ. ഒരു ബ്യൂട്ടിഫുൾ സീനിക് പ്ലേസിലാണ് ഈ ഒരു ചതുർമുഖ ബസ്തി ഉള്ളത്. ബസ്തി എന്ന് പറഞ്ഞാൽ ജെയിൻ ടെമ്പിൾസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ ജെയിൻ ടെമ്പിൾസിനെയൊക്കെ പറയുന്നത് ബസ്തി എന്നാണ്. BASADI. ഈ ഒരു കുറേ പടി കയറി അങ്ങോട്ട് പോകുമ്പോൾ ചതുർമുഖ ബസ്തിയിലേക്ക് എത്തും. ഈ ഒരു ബസ്തി കംപ്ലീറ്റ്ലി ഗ്രാനൈറ്റ് റോക്സിൽ കാർവ് ചെയ്തെടുത്താണ്. ഈ കാണുമ്പോൾ അറിയാലോ, ഈ പാറയുടെ മുകളിൽ, ഈ പാറയിൽ നിന്ന് തന്നെ കാർവ് ചെയ്തെടുത്തതാണ് ഈ ഒരു ബസ്തി. ബസ്തിക്ക് ത്രിഭുവന തിലക ജൈന ചൈത്യാലയ എന്നൊരു പേരുണ്ട്. മറ്റൊരു പേര് രത്നത്രയ ധാം. ഇതെല്ലാം ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും അറിയാൻ പറ്റുന്ന പേരുകളാണ്. ഇങ്ങനെ ഒരു 4 മുഖങ്ങളുള്ള ചതുർമുഖി ബസ്തി. ഇപ്പോൾ 4 ഫേസസാണ്. അതുകൊണ്ടാണ് ഇതിന് 4 മുഖം അഥവാ ചതുർമുഖ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇമേജസ് ഓഫ് തീർത്ഥങ്കര ആരനാഥ്, മല്ലിനാഥ് ആൻഡ് മുനീശ്വരത് നാഥ്. അങ്ങനെ 3 ഇമേജസ് ആണുള്ളത്. ഇവരെല്ലാം പ്രധാനപ്പെട്ട തീർത്ഥങ്കരാസാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ചതുർമുഖ ബസ്തി നേരെ ഫേസ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ആ ബാഹുബലിയുടെ വലിയ ഇമേജുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. അതായത് ആ ബാഹുബലി സ്റ്റാച്ചു 1432 ഇൻസ്റ്റാൾ ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ചതുർമുഖ ബസ്തി. ഇത് അതിനെക്കാട്ടി പൊക്കമുള്ള പാറയുടെ അത്. ഓക്കെ, അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ് അല്ലേ. കംപ്ലീറ്റ് കരിങ്കല്ലിലാണിത് കാർവ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഗണപതിയുടെയൊക്കെ കാർവിങ്സ് ഒക്കെ ഉണ്ടായിട്ടില്ല, കുത്തി എടുത്തിട്ടുണ്ട് ഓരോ പില്ലറിലും ദൈവങ്ങളെയൊക്കെ. ഹിന്ദു ഗോഡ്സും ഉണ്ട്. സാധാരണ ഒരു ഹിന്ദു ടെമ്പിളിൽ കാണുന്ന പോലെ ദ്വാരപാലകരും ഒക്കെ ഉണ്ട്. പില്ലേഴ്സൊക്കെ നോക്കിയാൽ എന്തൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണിത്. ഹ്യൂജ്. ഇതിവിടുത്തെ ഹോളി കാലുകളുടെ ഇതാണ്, കണ്ടല്ലേ, തീർത്ഥങ്കരാസിൻ്റെ. അവിടെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ആൾക്കാർ പൂജിക്കും. ഈ പടിക്കെട്ടൊക്കെ നോക്കിയാൽ കാർവ് ചെയ്തെടുത്തിരിക്കുന്ന അതിൻ്റെ സൈഡും ഒക്കെ സോ ബ്യൂട്ടിഫുൾ. ഇത് ഒരു ഫേസാണ്. 4 ഭാഗത്തേക്കും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേസ്, ഇത് അടച്ചിരിക്കുകയാണ്. ഈ സമയമായതുകൊണ്ട് ഓപ്പൺ അല്ല. അതെ, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗങ്ങളെല്ലാം എനിക്ക് കാണാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. വലിയൊരു പാറയുടെ മുകളിലാണ്, റോക്കിൻ്റെ മുകളിൽ. എത്രയോ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം. കാണേണ്ട കാഴ്ച കേട്ടോ. മസ്റ്റ് വിസിറ്റ് കാർക്കാലയിൽ വന്നിട്ട് ചതുർമുഖ ബസ്തി. ഇത് മറ്റൊരു നടയാണ്. 4 ഫേസസ്, സിമെട്രിക്കൽ ഫേസസും ഫേസ് ചെയ്യുന്ന 4 നട. അതിൽ ഒന്ന് കണ്ടു, ഒന്ന് പിന്നെ അപ്പുറത്തെ സൈഡിൽ, പിന്നെ മെയിൻ അപ്പുറത്തെ സൈഡിൽ. അങ്ങനെ ഇതെല്ലാം നോക്കിയാൽ കൊത്തിപ്പണി ചെയ്തിരിക്കുന്നത്, കാർവ് ചെയ്ത് കല്ലിൽ കൊത്തിയ കവിത എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓരോ ഇമേജസിനും ഓരോ കഥ പറയാനുണ്ട്. പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സോ നൈസ്. വെസ്റ്റേൺ ഗാട്ട്സൊക്കെ കാണാൻ നമുക്ക് ആ പച്ചപ്പും എല്ലാം. ഇവിടെ ഇരുന്ന സമയം പോകണം അറിയില്ല കേട്ടോ. ഞാൻ ഓരോ നടയിലും ഇതുപോലെയുള്ള പടിക്കെട്ടുകളും മനോഹരമായി കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ട് ഇവിടെ. പക്ഷേ ഒരു കാര്യം, ഇവിടെ ഒരു മഴയും കൂടെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഈ സമയത്ത് മൺസൂണല്ലേ, നല്ല മഴയൊക്കെ ആയിരിക്കും, ബസ്തിയൊക്കെ ഇങ്ങനെ മഴയിൽ കുതിർന്നിരിക്കുന്ന കാഴ്ച. ഓ മൈ ഗോഡ്. അല്ലെങ്കിൽ ആകാശം മൂടിക്കെട്ടിയിരിക്കുന്ന സമയത്ത്
അതൊക്കെ സ്വപ്നം കണ്ട് വന്ന ഞാൻ വെയിലത്ത് വന്ന് ഇവിടെ ഇരിക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ലൊരു കാറ്റ്, ദൈവം സഹായിച്ചൊരു മഴ പെയ്തെങ്കിൽ ദൈവം ഇങ്ങനെ ആലോചിക്കുകയാണ്, കൊതിക്കുകയാണ് മഴയ്ക്ക് വേണ്ടിയിട്ട്. ഈ ചതുർമുഖ ബസതി 16th സെഞ്ച്വറിയുടെ അവസാന ഭാഗത്താണ് പണിയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ഇമ്മാടി ഭൈരരാസ വോഡയ, അതായത് സന്താര ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. 1586 ഈ ഒരു ബസതി പണിതത്. അതൊക്കെ ഒരു പ്രതാപകാലമായിരിക്കും. പക്ഷേ ഇതും എന്തായാലും ഇനി വരുന്ന ജനറേഷൻസിന് കാണാനും ആസ്വദിക്കാനും ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അപ്രീഷിയേറ്റ് ചെയ്യാനും ഇൻകൾക്കേറ്റ് ചെയ്യാനും ഒക്കെ ഒരു മാർഗമായി മാറും ഇത്തരം മോണിമെൻറ്റ്സ് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നതിലൂടെ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ജെയിൻ സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഓരോ കല്ലിലും കൊത്തിവെച്ചിട്ടുണ്ട്, ഓരോ ചുവരിലും ഉണ്ട്, ഓരോ പില്ലേഴ്സിലും ഇങ്ങനെ കാവിങ്സ് നമുക്ക് കാണാം. എല്ലാം തന്നെ കരിങ്കൽ പാളികൾ, കരിങ്കൽ തൂണുകൾ എല്ലാം ഈ പാറയിൽ നിന്ന് തന്നെ കൊത്തിയെടുത്തതാട്ടോ. ശരിക്കും ഹിന്ദു ടെമ്പിൾസിലൊക്കെ കാണുന്ന ഇമേജസാണ് കാണുന്നത്. അപ്പോൾ ഹിന്ദു മിത്തോളജിയായി ബന്ധപ്പെട്ട കാർവിങ്സും ധാരാളം കാണാൻ സാധിക്കും. ഇതൊരു ജെയിൻ ബസതി ആണെങ്കിലും. ഇവിടെ നടയുടെ ഫ്രണ്ടിൽ ദ്വാരപാലകരുണ്ട് 2 സൈഡിലായിട്ട്, അതിന് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പീകോക്സ് ഉണ്ട്, ഒരുപാട് ഇമേജസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ജൈനിസത്തിൻ്റെ പ്രതാപകാലം. അപ്പോൾ ജൈനിസം ഒരുപാട് പ്രബലൻ്റ് ആയിരുന്നു ഇവിടെ, വളരെ പ്രോമിനൻ്റ് ആയിരുന്നു. കാർക്കാല, മൂഡബിദ്രി ഈ പ്രദേശങ്ങളിലെല്ലാം എന്ന് മനസ്സിലായല്ലോ. ഉടുപ്പിയുടെ പ്രാന്തപ്രദേശങ്ങൾ, ഇതെല്ലാം പാർട്ട് ഓഫ് ഉടുപ്പി ഡിസ്ട്രിക്റ്റ്. കർക്കാല ഓക്കെ, ധാരാളം കരിങ്കല്ല് കിട്ടുന്നൊരു പ്രദേശവും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്ട്രക്ചേഴ്സൊക്കെ ഇങ്ങനെ വരുന്നത്. പിന്നൊരു കാര്യം പറയാം, ഇവിടെ വളരെ സൈലൻസാണ്, പീസാണ്, ആളും ബഹളവും ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ മാത്രം, പിന്നെ ജെയിൻ വിശ്വാസികൾ വരുന്നുണ്ടാകാം. അതിൽ നമുക്ക് ഒരു സെറനിറ്റി വേണം, പീസ് ഓഫ് മൈൻഡ് വേണം, കുറച്ച് സമാധാനവും സന്തോഷവും, കുറച്ച് എന്താ പറയുക, എല്ലാ തിക്കിൽ നിന്നും തിരക്കിൽ നിന്നുമൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യണം. മനസ്സിനെ ഒന്ന് ഭയങ്കര ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഒന്ന് സമാധാനമായിട്ട് ഇങ്ങനെ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനത്തെ മോണുമെൻറ്റ്സൊക്കെ കണ്ട് ആസ്വദിച്ച്, ഇതിനൊക്കെ ഒരു പ്രത്യേക മൂഡാണ് ഇവിടെ ഒരു വന്ന വേറൊരു വൈബാണ്. എത്ര നേരം ഇരുന്നാലും മതിയാവില്ല. നല്ലൊരു കാറ്റൊക്കെ ഈവനിങ് ആകുമ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മഴയും കൂടി ഉണ്ടെങ്കിൽ അത് വേറൊരു വൈബാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ മഴ കൂടുതലുണ്ടാകും. അപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് കുറേ നേരം ഇരിക്കണമെന്നുണ്ട്. പക്ഷേ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതൊരു ഗോപുരം, അകത്തൊരു പ്രതിഷ്ഠ, ഗോഡ് ഓക്കെ, വാലപാരകർ നടയുടെ 2 സൈഡിലായിട്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ പലതരം ആനിമൽസ്, ബേർഡ്സ് ഒക്കെയാണ് കുറേ കറി ചെയ്തിട്ടുണ്ട്. മങ്കിയൊക്കെ ഉണ്ട്, മങ്കി, പീകോക്ക്, കുതിര, പോരാളി. അപ്പോൾ ആ കാലത്തെ ക്രാഫ്റ്റ്സ്മാൻ ഈ അവരുടെ സ്കിൽഡ് വർക്കാണ് കേട്ടോ. ഈ എന്താ പറയുക, കൊത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാർവിങ്സ് ആർട്ടിസൻസിൻ്റെ ഏറ്റവും വലിയ സ്കില്ലാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയ ആൾക്കാരാണെങ്കിലും നമുക്കവരെ ഓർമ്മിക്കാം. പ്രാർത്ഥിച്ചു, നട അടച്ചിരിക്കുവാണ്, പക്ഷേ ഇറങ്ങാം. അവിടെ നിന്ന് ഇറങ്ങാൻ വേണമെങ്കിൽ ഇതൊരു നട, അതൊരു നട, ഇതൊരു നട, അപ്പുറം. വലിയ കരിങ്കൽ പാളിയിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നു, കുഴി പോലെ. അത് പഴയ കാലത്ത് എന്തോ ഇടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, അങ്ങനത്തെ ഇത് കല്ലിലുണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. ആ നല്ല സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന്. എന്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു. വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങി. നേരെ കാണുന്നതാണ് വലിയ ബാഹുബലി സ്റ്റാച്ചു ഉള്ള ആ ഒരു വലിയൊരു പാറ കാണുന്നില്ലേ, നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് അവിടെയും പോകാം. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ നേരെ പോകുന്നത് ഇവിടെ അടുത്തൊരു ലേക്കുണ്ട്, ആ ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ബാഹുബലിയുടെ അവിടെ നമുക്ക് വേറൊരു സംഭവം, വേറെ ദിവസമല്ല, ഇന്ന് തന്നെയായിരിക്കും ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറൊരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ലെങ്ത് കൂടിയാൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ ലേക്കിൻ്റെ അവിടെയും കൂടി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും കടയിൽ പോയി ലഞ്ച് കഴിക്കാം. അത് കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം രാത്രി വരെ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, ലിമിറ്റഡ് ഡേയ്സേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ കാണുക, ആസ്വദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. ഓക്കെ, ഈ പടിയെല്ലാം ഇറങ്ങി താഴേക്ക് പോകാം. ഇതെല്ലാം തന്നെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒന്നും നശിപ്പിക്കാൻ പാടില്ല അങ്ങനത്തെ. പ്ലസ് ഒരു ചെറിയ ഒരു ഹിസ്റ്ററി അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. കാർക്കാല ഏൻഷ്യൻ്റ് പാണ്ഡ്യ നഗരിയാണ്. വാസ് ഫൗണ്ടഡ് ബൈ കാർക്കാല ചീഫ്സ് ഹു ഹെയിൽ ഫ്രം ഹുംച ഇൻ ഷിമോഗ ഡിസ്ട്രിക്റ്റ്. പിന്നെന്താ, ദേ ക്ലെയിം ടു ബി ഡിസെൻഡൻസ് ഓഫ് സന്താര ചീഫ്സ് ഹു റൂൾഡ് വെസ്റ്റേൺ ഗാർഡ് റീജിയൻ ഇൻ അബൌട്ട് 10th-11th century CE. അവർ പറയുന്ന മറ്റൊരു പേര് ഭൈരരാസാസ്. ഈ ഏരിയ എല്ലാം 14th century CE to 16th century CE വരെ അവരാണ് ഭരിച്ചിരുന്നത്. ദ ബസതി
cruciform in plan. ഇതൊരു cruciform പ്ലാനിലാണ്. 4 identical looking entrances from the 4 quarters leading to the Garbhagriha and hence is popularly known as Chadramukha Basadi. അങ്ങനെയാണ് പറയുന്നത്. It was built around 1586 CE by Bhairavendra II, the Kalasa Karkala ruler. This is the most celebrated structural temple in Karkala and is referred to as Tribhuvana Tilaga Jina Jaina Chaityalaya and Ratnatraya Thamain inscriptions. പിന്നെന്താ പറയുക, ഒരു സ്ക്വയർ മണ്ഡപമുണ്ട്, അതാണ് നമ്മൾ കണ്ടില്ലേ, വലിയൊരു സ്ക്വയർ മണ്ഡപത്തിൻ്റെ മേളിലാണ് ഇതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലോഫ്റ്റി ആയിട്ടുള്ള ഡോർവേ ഉണ്ട്, പില്ലേർഡ് പോർട്ടിക്കോസ് ഉണ്ട്, ഈച്ച് സൈഡ് ഓഫ് ഇറ്റ്സ് 4 sides ആൻഡ് എ പില്ലേർഡ് വെറാന്ത റണ്ണിങ് ഓൾ അറൗണ്ട്. ചുറ്റോട് ചുറ്റും വെറാന്തയാണ്, വലിയ വലിയ പില്ലേഴ്സും. ആൻഡ് വിച്ച് റെസ്റ്റ് ഓൺ ഒരു മാസീവ് ഈവാണ്. റൂഫ് ഫ്ലാറ്റാണ്, ഫോംഡ് ഓഫ് മാസീവ് ഗ്രാനൈറ്റ് സ്ലാബ്സ്. ലൈഫ് സൈസ് സ്റ്റാച്യൂസ് ഓഫ് 3 തീർത്ഥങ്കരാസാണ് അകത്തുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ള പുലി, ലൈഫ് സൈസ് തീർത്ഥങ്കരാസാണ്, ഫുൾ സൈസിൽ. പക്ഷേ സ്മോൾ ഇമേജസ് അതുകൂടാണ്ട് 24 തീർത്ഥങ്കരാസിൻ്റെ ഉണ്ട്, പത്മാവതി, യക്ഷി, ബ്ലാക്ക് സ്റ്റോണിൽ. ഇതെല്ലാം അതിനകത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്രീസ്റ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ട് നട തുറന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നേ, വാതിൽ അതിൻ്റെ അകത്ത് കൂടി കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ 3 തീർത്ഥങ്കരാസ്. ആ 3 ഇത് തന്നെയാണ് 4 ഇമേജസ് ഉണ്ട്, ഈ സൈഡിൽ, ഈ സൈഡിൽ, ഈ സൈഡിൽ, ഈ സൈഡിൽ. എല്ലാ നടയിലും അത് കാണാൻ സാധിക്കും തുറന്ന് കിടക്കുകയാണെങ്കിൽ. ഓക്കെ, ഇത് ഓക്കെ. എന്ത് ഭംഗിയല്ലേ. ഇവിടെ ഒരു ചെറിയൊരു ടെമ്പിളും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ലേക്കും, രാമസമുദ്ര ലേക്ക്. ടെമ്പിളുണ്ട് കേട്ടോ ഇവിടെ. താഴോട്ട് പോയി നോക്കാം. എവിടെ പോയാലും കുറേ പടിക്കെട്ടുണ്ടാവും, ഇറങ്ങാനും കയറാനും ഒക്കെ. ആരുമില്ല, ആളും ബഹളും ഒന്നുമില്ല ഈ സമയത്ത്. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇവിടെ ഒരു ടെമ്പിൾ പ്രൊമൈസസ് ആണ്, ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടതായ. അല്ല, കാല് പൊള്ളുന്നു. നല്ലൊരു ആൽമരം. ഇവിടെ ഒരു ലേക്കോ റിവറോ എന്തൊക്കെയാണ്, രാമസമുദ്രം എന്ന് പറഞ്ഞു. ആൽമരച്ചൂട്ടിലിരുന്നു കൊണ്ട് മനോഹരമായ കാഴ്ചയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നിറയെ പാറകളുടെ ഇടയിലൂടെയാണ് ഈ ഒരു റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആൽമരത്തിൻ്റെ ചൂട്ടിൽ നല്ല തണലുമുണ്ട്, നല്ല കാറ്റുണ്ട്, സെറൈൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഒരു ടെമ്പിളുണ്ട് ഇതിനോട് ചേർന്നിങ്ങനെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസിൽ ഞാൻ ഈ വെയിലത്ത് സമാധാനമായിട്ട് തണലത്ത് വന്നിരിക്കുവാണ്. കുറുമ്പിൻ്റെ കൂട്ടിലാണ് ചെന്ന് കൈവച്ചതെന്ന് തോന്നുന്നത്. നീറ് ചെറുതല്ല, വലിയ നീറ് ടൈപ്പ്. നല്ലൊരു ആൽമരം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നു. ചെറിയൊരു അയ്യപ്പൻ്റെ അമ്പലവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ഷെഡ് പോലെ ഒരു ഭാഗമൊക്കെയാണ്. അതായത് ഇവിടെ അയ്യപ്പ സീസണിൽ, അതായത് മാലയിടുന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശബരിമല ആ ഒരു സമയത്താണ് ഇവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഭക്തജനങ്ങളൊക്കെ വന്ന് മാലയിടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ആ സമയത്ത് ഈ വെള്ളത്തിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഇതിന് രാമസമുദ്രം എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ റിവർ. സമുദ്രമൊന്നുമല്ല, എങ്കിലും പേരതാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലം, എന്തൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഈ വെയിലത്ത് ഇപ്പോൾ കറക്റ്റ് 1 മണി സമയമാണ് കേട്ടോ. ആലിൻ്റെ ചോട്ടിൽ നിന്ന് നല്ല ശുദ്ധവായു പ്ലസ് ഈ വെള്ളത്തിൻ്റെ, ഈ വാട്ടർ ബോഡിയുടെ, രാമസമുദ്രത്തിൻ്റെ ആ ഒരു തണുപ്പും കൂടെ നമുക്ക് കിട്ടും. വലിയ പാറയൊക്കെ കാണാൻ കണ്ടത് വരുന്ന വഴി. ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രീനറിയാണ് ആ സൈഡിലൊക്കെ നിറയെ. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അരക്കനട്ട്, അതായത് കമുകിൻ്റെ ചെടികൾ ഒരുപാടുള്ളൊരു ഏരിയയാണ് കർക്കല, ഈ ഭാഗമൊക്കെ. ദിസ് പാർട്ട് ഓഫ് കർണാടക. ഓക്കെ, ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ഭാഗമല്ല, ഒരുപാട് ഇതുണ്ട് കമുകിൻ തോട്ടങ്ങൾ. ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ കുറേ കമുകിൻ്റെ മരങ്ങൾ. തെങ്ങ് പോലെ തന്നെ കമുകുമുണ്ട്. നോക്കിയാൽ നല്ല കാറ്റ്. ആൽമരത്തിൻ്റെ ചില്ലകളിങ്ങനെ അടിപൊളിയായിരുന്നു. എന്തായാലും കുറച്ച് നേരം ഇവിടെ കൂളായിട്ട് കാഴ്ചകളും കണ്ട് ഈ പടിക്കെട്ടിലിങ്ങനെ ആൽച്ചുവട്ടിലും പടിക്കെട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി പതുക്കെ മുന്നോട്ട് പോകാം. നമുക്കൊരു ലഞ്ച് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ്. എല്ലാം ഭയങ്കര സെറനിറ്റിയും പീസ്ഫുൾനെസ്സോടെ ഞാൻ ഇങ്ങനെ രാവിലെ തൊട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയിൻ ബസുതി ആണെങ്കിലും ഇവിടെ വന്നിരുന്നപ്പോഴും ഒക്കെ നല്ലൊരു ഫീലാണ്, നല്ലൊരു തണുപ്പ് ഫീല്, കാം ആൻഡ് ക്വയറ്റ്. ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന അന്തരീക്ഷം. അയ്യപ്പ സീസണിൽ മാത്രമാണിത്, മാലയിടുന്ന സമയത്ത് ആണ് ഇവിടെ ലൈവ് ആകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്ര വെയിലാണെങ്കിൽ ഇപ്പോൾ 1 മണി സമയമാണ്. ഈ വെയിലത്ത് പോലും ഇവിടെ ഭയങ്കര കാറ്റും രസകരമായൊരു ആംബിയൻസാണ്. അങ്ങനെ മനോഹരമായ സ്ഥലത്ത് നിന്നും കാറിലേക്ക് കയറുന്നു. ലഞ്ച് നെക്സ്റ്റ്.
ആക്ച്വലി ഒരു 35 കിലോമീറ്റർ സഞ്ചരിച്ച് പാർക്കാലയിലെത്തിയിരിക്കുകയാണ്. പാർക്കാല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാർക്കാലയിൽ നിന്നും പാർക്കാല, ആക്ച്വലി പാർക്കാല കഴിഞ്ഞാണ് കാർക്കാല പോകുന്നത്. നമ്മൾ റിവേഴ്സിൽ വന്നിരിക്കുവാണ്. ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ കടയാണ്, അജ്ജ അജ്ജി ഊട്ട എന്നാണ്. ഇത് വീട് തന്നെയാണ്, വീടിനോട് ചേർന്നിട്ട് നല്ല പ്രായമുള്ള ഒരു കപ്പിള്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നടത്തുന്നത്, വെജിറ്റേറിയൻ. ഇതാണ് ആ പേര് വസന്തി. ഓക്കെ, ഇത് അപ്പ അല്ലേ. ഈ കപ്പിളാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത്. ഇത് വീട് എത്ര വർഷം? ഓക്കെ, ന്യൂ പ്ലേസ്. ഓക്കെ, totally 7-8 years. My father-in-law opened. Okay. His father. Okay. There is photo. ഫോട്ടോ ഉണ്ട്. ഓക്കെ, അത് ഇവർ രണ്ടാളും കൂടിയാണ് നടത്തുന്നത്. ഓക്കെ, ഇവിടുത്തെ അമ്മയും അച്ഛനുമാണ്. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ വന്ന് കഴിക്കുന്ന പോലെ, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ വരുന്ന പോലെ, ഇപ്പം നമ്മൾ പിന്നെ ആര് വന്നാലും ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണേ. അപ്പോൾ അജ്ജ അജി ഊട്ട എന്ന് പറയുന്ന ഈ ഒരു കട, ഒരു ചെറിയ അതൊരു വീടാണ്, അവരിവിടെയാണ് താമസിക്കുന്നത്. വീടിൻ്റെ കാർ ഷെഡിൽ ഇതിങ്ങനെ ചെയ്യുന്നു. ചെറുകുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ, ഗ്രാൻഡ് ചൈൽഡ് വീടിനകത്ത് നിന്ന് ഇപ്പം ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള ഒരു 8 വർഷമായിട്ട് അവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഷോപ്പെന്ന് വെച്ചാൽ അവർ വീട് മാറുന്നതിനനുസരിച്ച് കട ഇങ്ങോട്ട് മാറ്റി. ഒരു 2-3 വർഷമായിട്ടുള്ള ഇങ്ങോട്ട് വന്നു. അതിൻ്റെ മുന്നേ ഒരു 8 വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. നല്ല പ്രായമായ ഒരു അച്ഛനും അമ്മയുമാണ്. പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കിംഗ്. രണ്ടാളും കൂടിയാണ് കുക്കിങ്, പിന്നെ വിളമ്പുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരോട് ഞാനിങ്ങനെ ചോദിക്കും, എന്താണ് ഇവിടുത്തെ ഒരു USP എന്ന് ചോദിക്കുമ്പോൾ മെയിനായിട്ട് ഒന്ന് ആ വെൽക്കമിങ് ആറ്റിറ്റ്യൂഡ്. വരുമ്പോൾ സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുന്നു. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി നേച്ചർ, ഇത്രയും പ്രായമായ ആൾക്കാർ. പിന്നെ ഓക്കെ വാഷ്. പിന്നെ സിമ്പിൾ വെജിറ്റേറിയൻ മീൽസ്. ഇത് മാംഗോ അച്ചാറ്. ഓക്കെ, പൈനാപ്പിൾ, മധുരം, സ്വീറ്റ് കറി. ഒരു 4 കറി ഉണ്ടാവും സാധാരണ. റൈസ്, വൈറ്റ് റൈസും റെഡ് റൈസും ഉണ്ട്. അപ്പോൾ ഞാൻ റെഡ് റൈസ് വിളമ്പിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ചേട്ടനോട് മറ്റേ അച്ഛൻ അവിടെ ഇരിക്കുന്നു, ടയർഡായിട്ടായിരിക്കണം. ഇതിപ്പോൾ 3 മണി ആകാറായി. ഇത് 3 മണിക്കാണ് തീരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങി 3 o'clock. അപ്പോൾ കുറേ നേരമായിട്ട് ബോയിൽ റൈസ്. പൊട്ടറ്റോ. ഓക്കെ, പൊട്ടറ്റോ കറിയുണ്ട്. അയ്യോ ഇത്ര വേണ്ട, ഒരുപാട് മതി. ഓക്കെ, ഇത് ഇവിടുത്തെ റെഡ് റൈസാണ്, ഉണ്ടാരി. ഓക്കെ, താങ്ക് യു. രസം, സാമ്പാർ, ദാൽ. രസം, സാമ്പാർ, ദാൽ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് രസം. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. 3 മണി അടുക്കാറായി. പീപ്പിൾ ആർ കമ്മിങ്. എക്സ്ട്രാ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇടാം. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. എല്ലാം ആഡഡ് സോൾട്ടിൻ്റെ ആണ്. സത്യം പറഞ്ഞാൽ അത്ര ഉപ്പ് കഴിക്കാൻ പാടില്ല. ഇത് കൊണ്ടാട്ടം. ഓക്കെ, പക്കോട. ഓക്കെ, ബജീസ് ഉണ്ട്, മുളക് എല്ലാം. ഇത് രസം. താങ്ക് യു. നല്ല മണം. രസം ഒഴിച്ചപ്പോൾ തന്നെ രസത്തിൻ്റെ മണം. കൊണ്ടാട്ടം എന്ന് നമ്മൾ പറയും, ഒരു പക്കോടാസ് എന്ന് പറയും. ഓക്കെ, സൂപ്പർ രസം. ഒഴിച്ചപ്പോൾ തന്നെ എൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക്. ഇത് ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഒരു മെഴുക്കുവരട്ടി പോലെ. പൈനാപ്പിൾ, മധുരം, കറി. ഇവരെനിക്ക് കറികൾ മാറും. ഒരു 3 തൊടുകറി, അച്ചാർ ഉൾപ്പെടെ. അച്ചാറ്, കടുകൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റാണ്. കൊണ്ടാട്ടം, ബജീസ് അടിപൊളി, പക്കോറാസ്, രസവും കൂട്ടി തുടങ്ങി. സിക്സ്റ്റി പക്കോടാസ്, പൈനാപ്പിൾ, മധുരക്കറി. ഒരു സിമ്പിൾ ഹോം മീൽ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് പല ആൾക്കാരും ചെയ്തിട്ടിട്ട് കണ്ട് അറിഞ്ഞാണ് എല്ലാവരും വരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നത്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകളും പല സ്ഥലത്തു നിന്നുള്ളവരും വരുന്നു. ഇതിപ്പോൾ 3 മണിയാകാറേ. 3 മണിക്ക് തീരുന്ന പറഞ്ഞു. പക്ഷേ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മോനാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത്. രണ്ടാളെ
നല്ലൊരു മോര്. പക്ഷെ തൈര് നോക്കട്ടെ. ഓ കറക്റ്റ്. സാമ്പാർ സ്പെഷ്യലാണ്, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നൈസ്, അടിപൊളി. നോർമൽ നമ്മുടെ അവിടെ കിട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് സാമ്പാറല്ല, വ്യത്യാസമുണ്ട്. കൊള്ളാം കേട്ടോ. എന്നിട്ട് കഴിക്കാം. ഇച്ചിരി മധുരവും പൈനാപ്പിൾ. നല്ല സിമ്പിൾ ലൈറ്റ്, മറ്റേ വയറിന് ഭയങ്കര സുഖം തരുന്നൊരു സിമ്പിൾ മീൽ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അച്ഛന് ചില ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, കൂടുതൽ വിളമ്പാനും നടക്കില്ല. അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വിളമ്പി തളർന്നിരിക്കുന്ന ആളൊന്നും അറിയില്ല. 3 മണിയായില്ലേ. ഓക്കെ, ഇലയൊക്കെ തുടച്ച് പുള്ളി അവിടെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങനെയൊക്കെ. അമ്മ ഈസ് വെരി ആക്റ്റീവ്. ഇരിക്കുന്നു. ഓക്കെ, പോയിട്ട് സന്തോഷം. ഓക്കെ, നല്ല ഭക്ഷണം. ഓക്കെ, താങ്ക് യു. അങ്ങനെ അജി ഊട്ട എന്ന് പറയുന്നത് ഇത് വീട് തന്നെയാണ് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഹൗസ്. അപ്പോൾ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. നല്ലൊരു മനസ്സിന് സന്തോഷം. കാര്യം ഇത്രയും പ്രായമായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അത് കാണുമ്പോൾ അവരുടെ പുള്ളിക്കാരനൊക്കെ നല്ല വയസ്സായി. ഓക്കെ, എന്നാലും ആ ഒരു സന്തോഷം, അവർ വളരെ ഹാപ്പി ആയിട്ട് തൃപ്തിയായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നു, തൃപ്തിയായിട്ട് ആൾക്കാർ കഴിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കട ഇത്രയും സക്സസ്. ഓക്കെ, നമുക്കിനി തിരിച്ചു പോകാം. ഞാൻ ഇനി 35 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് കർക്കാലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ചോക്ക് ഇതിന് വേണ്ടി മാത്രം നമ്മളിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 70 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ തിരിച്ചിനി ഹോട്ടലൊക്കെ ചെന്നിട്ട് അടുത്ത ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങണം അടുത്ത കുറച്ച് ഏരിയാസിലേക്ക്. ഇവിടെ തന്നെ കർക്കാലയിലെ മറ്റ് ഡെസ്റ്റിനേഷൻസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ